ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിന്നൊരു ഔട്ടിംഗ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് ഒരു ഫിലിമൊക്കെ കണ്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാനാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ പള്ളിത്താഴ സ്പോട്ടിലാണ് വന്നത്. തനിനാടൻ ഭക്ഷണശാല എന്നാണ് കടയുടെ പേര്. ഒരു നാടൻ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല തിരക്കാവും. ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം വൈകിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കേണ്ട വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി അകത്ത് കയറി. അപ്പം നമ്മളവിടുത്തെ സ്പെഷ്യൽ കഴിക്കാനാണ് ചെന്നത്. പക്ഷേ നമ്മൾ വൈകി വന്നുകൊണ്ട് തന്നെ സ്പെഷ്യൽ തീർന്നു പോയായിരുന്നു. പിന്നെ അത്യാവശ്യം അവിടെയുള്ള കുറച്ച് കറികൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വേറെ 2 സ്പെഷ്യൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് ബീഫ് റോസ്റ്റും പോട്ടിയായിരുന്നു. നമ്മൾ അത് ഓരോ പ്ലേറ്റ് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പോട്ടിയും ബീഫ് റോസ്റ്റും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ബീഫ് റോസ്റ്റായിരുന്നു കേട്ടോ. ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. കൊണ്ടുവന്ന് വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് തീർന്നായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പോയത് ഗ്രാൻഡ് മാളിലാണ്. ഗ്രാൻഡ് മാളിൽ പോയത് ആവേശം മൂവി കാണാനാണ് നമ്മൾ ഗ്രാൻഡ് മാളിൽ പോയത്. ചെന്നപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ വെറുതെ ഇരുന്നു കേട്ടോ. കാരണം സമയം ഉണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ സിനിമയ്ക്ക് കയറി ഫിലിമൊക്കെ കണ്ടു. അടിപൊളി പടമായിരുന്നു കേട്ടോ. നല്ല ത്രൂ ഔട്ട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു എനിക്ക് നല്ലൊരു കോമഡി പടമായിട്ടാണ് തോന്നിയത്. നല്ല രസമായിരുന്നു. അങ്ങനെ പടമൊക്കെ കണ്ടിറങ്ങി നമ്മൾ പിള്ളേരെയും കൊണ്ട് 3Dയിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു അത്യാവശ്യം നന്നായിട്ട് പേടിക്കാനുണ്ട് 3D കയറിയെന്ന് പറഞ്ഞ് ഞാനും കയറി. പക്ഷേ എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയൊന്നുമില്ല. ഒരു സീറ്റിൽ കയറ്റിയിരുത്തിയിട്ട് സീറ്റിട്ട് കുലുക്കണ മാതിരി എനിക്ക് ഫീൽ ചെയ്തോളൂ. അത്യാവശ്യം എന്താ പറയുക, ഫണ്ണായിരുന്നു. അപ്പോൾ പേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അതിൽ കയറി ഇറങ്ങി. പിന്നെ അനിയൻ കാർ റേസിംഗ് ഒക്കെ കളിച്ചു. കുറച്ച് നേരം ഞങ്ങൾ അതിൽ കൂടെയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഷേക്ക് കഴിക്കാനാണ് പോയത്. അപ്പോൾ എല്ലാവരും ഓരോ ഷേക്കൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ പീനട്ട് ഷേക്കാണ് ഓർഡർ ചെയ്തത്. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫലൂദയും ബട്ടർ സ്കോച്ചൊക്കെ ഓർഡർ ചെയ്ത് അവരും കഴിച്ചു. പിന്നെ നമ്മൾ ആവേശത്തിൻ്റെ എഫക്റ്റിൽ ഒരു റീലൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ബായ്.